മാനേജ്മെന്റ് കമ്മിറ്റിയും ആവശ്യപ്പെടുന്നത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കണ്ണൂർ കണ്ണവം പെരുവയിൽ വീടിനു മുകളിൽ മരം വീണ ഗൃഹനാഥൻ മരിച്ചു. ചെമ്പുക്കാവ് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. ശക്തമായ ചുഴലിക്കാറ്റിൽ മരം കടപുഴകി വീടിനു മുകളിലേക്ക് പതിക്കുകയായിരുന്നു. അപകട സമയത്ത് വീട്ടിൽ വേറെ 2 പേരും ഉണ്ടായിരുന്നു. ഇവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന ചന്ദ്രനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രദേശത്ത് മറ്റ് 2 വീടുകൾക്ക് മുകളിലും മരം വീണിട്ടുണ്ട്. സംഭവം കണ്ണൂരിലാണ് നടന്നത്. ശക്തമായ കാറ്റിലും മഴയിനെയും തുടർന്ന് മരം വീടിനു മുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു. ഗൃഹനാഥൻ ചന്ദ്രൻ മരിച്ചു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതിന് സമാനമായ രീതിയിൽ പരിസരത്ത് മറ്റ് 2 വീടുകളുടെ മുകളിലും മരം കടപുഴകി വീണിട്ടുണ്ട്. ഈ ചന്ദ്രൻ വീട്ടിലുള്ള സമയത്ത് മറ്റു 2 പേരും ഈ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പരിക്കുകളില്ലാതെ അവരും രക്ഷപ്പെട്ടു. ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി. ഇടുക്കി ചുരുളിയിലെ ജോസഫിന്റെ വീടാണ് ശക്തമായ മഴയിൽ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ചുരുളി ആൽപ്പാറ കൈനിക്കുന്നിൽ ജോസഫിന്റെ വീടാണ് അപകടാവസ്ഥയിലായത്. സംരക്ഷണ ഭിത്തിയുടെ ബാക്കി ഭാഗം ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. ഇത് ഈ പെരയുടെ സംരക്ഷണ ഭിത്തി ആണ് ഇപ്പോൾ ഇടിഞ്ഞു പോയത്. 40-40 വർഷക്കാലമായിട്ട് ഞങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു വെള്ളപ്പൊക്കവും മഴയും ഉണ്ടായത്. ആ മഴയത്ത് ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടന്നേക്കുന്നത്. ഭയങ്കരമായ ഒച്ചയോടുകൂടി ഇത് സംഭവിക്കുകയില്ല. തുടർന്ന് ഇങ്ങോട്ടുള്ള സംരക്ഷണ ഭിത്തിയും അപകടത്തിലാണ് നിൽക്കുന്നത്. അടിയന്തരമായിട്ട് പെരയും കാര്യങ്ങളും എല്ലാം വളരെ അപകടത്തിലായി നിലനിൽക്കുന്നത്. 4 അംഗ കുടുംബം താമസിക്കുന്ന വീട്ടിൽ ജോസഫിന്റെ ഭാര്യ നിത്യരോഗിയുമാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തര സഹായം ഉണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് കുറ്റാടി ചീരണിയിൽ 2 ആഴ്ചയായി ഭീതി പരത്തി ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാനയ്ക്ക് മയക്കുവെടി വയ്ക്കാനുള്ള ദൗത്യം തുടരും. ചീഫ് വെറ്റിനറി വിദഗ്ധൻ അരുൺ ചക്രിയ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വാർത്തകളുടെ കൂടുതൽ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഏകദേശം 2 ആഴ്ചയോളം ഈ കുട്ടിക്കാട്ടാന പ്രദേശത്ത് ഇറങ്ങി നടക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ പ്രതികരിക്കാനെത്തിയ നാട്ടുകാരെ വരെ പാഞ്ഞോടിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ വെറ്റിനറി വിദഗ്ധൻ അരുൺ ചക്രിയുടെ നേതൃത്വം ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് രേണുക. ഇന്നെങ്കിലും ഈ ചീരണിയിലിറങ്ങിയ കുട്ടിയാനയെ പിടികൂടാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയാണ് വനം വകുപ്പ് സംഘത്തിനുള്ളത്. ഇന്നലെ അതിനുള്ള വലിയ ശ്രമം അവർ നടത്തിയിരുന്നു. വെറ്ററിനറി സർജനൊക്കെ ഇന്നലെ അവിടെ എത്തിയിരുന്നു. അങ്ങനെ എത്തി അതിനുശേഷം നടത്തിയ തെരച്ചിലിൽ ആനയെ മാത്രം കണ്ടെത്താൻ ഈ വനം വകുപ്പ് അധികൃതർക്ക് സാധിച്ചിട്ടില്ല. അതായത് നാട്ടുകാർക്ക് ആനയെ പല ദിവസങ്ങളിൽ വനം വകുപ്പ് അധികൃതർ വരാത്ത ദിവസങ്ങളിലൊക്കെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. വനം വകുപ്പ് അധികൃതർ വന്ന ദിവസങ്ങളിലും ആനയെ കണ്ടിട്ടുണ്ട്. അന്ന് വെറ്റിനറി വിദഗ്ധർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ചീഫ് വെറ്റിനറി ഓഫീസറായിട്ടുള്ള ഡോക്ടർ അരുൺ ചക്രിയ അടക്കമുള്ള വലിയ മയക്കുവെടി വിദഗ്ധർ സംഘം തന്നെ ഇന്ന് അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇന്നലെ രാത്രിയിലാണ് അരുൺ ചക്രിയ എത്തിയത്. ഇനിയിപ്പോൾ ഇന്ന് അതുകൊണ്ട് തന്നെ അനുകൂലമായ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആനയെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മയക്കുവെടി വെച്ച് കാര്യങ്ങൾ ക്രമീകരിക്കും. മാത്രമല്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ ഈ മയക്കുവെടി വെച്ചതിന് ശേഷം ആനയെ തിരികെ മറ്റൊരു കാട്ടിലേക്ക് മാറ്റുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനായി കൂടൊരുക്കി അതിനകത്ത് കയറ്റുക എന്നുള്ളതാണ് ഈ കുട്ടിയാനയെ. അപ്പോൾ അതിനാവശ്യമായ കൂടൊക്കെ ഇന്നലെ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇനി ആനയൊന്ന് കാണണം, മയക്കുവെടി വെക്കണം എങ്കിൽ